Hi friends, welcome back to my channel Food for my wife. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഷാനാടൻ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോച്ച് എഗ് കറിയാണ്. മുട്ടയെ ആദ്യം പോച്ച് ചെയ്യുന്നു, പിന്നെ അത് കറി വയ്ക്കുന്നു. അപ്പോൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട ശേഷം മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു ശക്തി കിട്ടുകയുള്ളൂ. പിന്നെ പുതുതായി കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വരും. പോച്ച് ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിക്കുക, എന്നിട്ട് മുട്ട പൊട്ടിച്ച് അതിൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പൊട്ടിച്ച മുട്ട അതിൽ ചേർത്ത് കൊടുക്കുക. ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റിനകം നമ്മൾ പോച്ച് റെഡിയായി വരും. ഏകദേശം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് കോരി മാറ്റാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. മുട്ട നമുക്ക് ഇതേപോലെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അല്പം കറിവേപ്പില ചേർത്തു. ഇനി ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ചെറിയൊരു പച്ചപ്പ് മാറിയാൽ മതി. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് നിറം മാറി വരണം. അതിനുശേഷം ഞാൻ അവിടെ കൂടുതൽ മസാല ചേർക്കുന്നില്ല. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഞാൻ അല്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു തക്കാളി ഇവിടെ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് എത്ര വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ അത് കണക്ക്. ഞാനിവിടെ റോസ്റ്റ് രൂപത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. തക്കാളിയെല്ലാം നല്ല വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോച്ച് എഗ് ചേർത്ത് കൊടുക്കാം. ഒരു വെറൈറ്റിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതിൽ നമുക്ക് കാൽസ്യം കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വെറൈറ്റി എഗ് കറിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുള്ളൂ. വേറെ കൂടുതൽ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പോച്ച് എഗ് കറി ഇവിടെ റെഡി ആയി കഴിയും. പേരിന് വേണ്ടി അല്പം ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പേരിന് വേണ്ടി മാത്രം ചേർത്തത്. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെള്ളം കുറച്ച് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തരുന്നത്. താങ്ക് യു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം അവൾ പുട്ടിൻ്റെ കൂടെയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മാറിയിരുന്നതെല്ലാം ഒന്ന് ആസ്വദിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങളെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരു സന്തോഷം കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ബൈ. വീണ്ടും കാണാം. സുരേഷ് ഷാനാടൻ.